ആരാ ഇപ്പൊ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്? മേഘന. സാമായിരുന്നു. കണ്ടപ്പോ എനിക്ക് ഏട്ടത്തിയെ പോലെ തോന്നിയത്. നിനക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്? എന്ന് വെച്ചാ വല്യേട്ടനും അങ്ങനെ തോന്നിയെന്നാണോ? ഞാൻ ഉദ്ദേശിച്ചത് മേഘനെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടോന്നാ. വല്യേട്ടനും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മേഘനടുത്ത് ഇപ്പോഴും വല്യേട്ടൻ മറന്നിട്ടില്ലല്ലേ? അതുകൊണ്ടാണല്ലോ ഏട്ടാ അന്നൊരിക്കൽ ഓഫീസിൽ വെച്ചും ഇന്നിവിടെ വെച്ചും സാമിനെ മേഘനയെന്ന് വിളിച്ചു പോയത്. അങ്ങനെയൊന്നുമില്ലടാ. ഇല്ലാന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല വല്യേട്ടാ. സ്വന്തം മനസ്സിനെ നുണ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആത്മവഞ്ചനെ. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ലീവ് ഇറ്റ്. അല്ലെങ്കിലും വല്യേട്ടനെല്ലാം ലീവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ വിവേക്. വല്യേട്ടൻ ഒരുക്കാനായിട്ടാ ഞാൻ വന്നേ. പക്ഷെ ഓൾറെഡി ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആന്റി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കല്യാണ പെണ്ണിന്റെ ലുക്ക് ആയില്ലേ? ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയ്ക്ക് മേക്കപ്പ് ഇട്ട ഹീറോയിനെ പോലെ തന്നെ ഉണ്ട്. ഇന്ന് ഈ കല്യാണം നടക്കല്ലേ എന്നുള്ളതാ എന്റെ പേടി. ആന്റിക്ക് ഇപ്പൊ എന്തിന്റെ കേടാ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? എന്താ നിന്റെ പ്രശ്നം? കാര്യം നമുക്ക് വിളച്ചൊന്നും പറയാതിരിക്കെ. ആന്റിക്ക് ഈ അവസാന നിമിഷത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല മഞ്ജരി. പലതവണ നിന്റെ കഴുത്തിൽ കേറേണ്ടിയിരുന്ന താലി റിവേഴ്സ് അടിച്ച് മേഘനയുടെ കഴുത്തിൽ ചെന്ന് വീണതല്ലേ? ഇത്തവണ അത് യൂട്ടേൺ അടിക്കുമെന്നാ എന്റെ പേടി. മതി ആന്റി, ഈ കല്യാണം മുടങ്ങണമെന്നാണോ ആന്റിക്ക്? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ മഞ്ജരി. ഇത്തവണ മിഥുന്റെ ഇഷ്ടത്തോടെ ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് അവന്റെ ഭാഗത്തൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അരുണിമേച്ചിയും ചേട്ടനും നീ മിഥുനെ കല്യാണം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഈ കല്യാണത്തിന് സാക്ഷികളായി പൂങ്കണ്ണീര് പൊഴിക്കുന്നല്ലാണ്ട് അവരെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനാവില്ല. പിന്നെയുള്ളത് വിവേകും ചാരുവാണ്. വടി വിഴുങ്ങിയ കാക്കയെ പോലെ വായം പൊളിച്ചു നിൽക്കാന്നല്ലാണ്ട് അവരെ കൊണ്ട് നനങ്ങാൻ പോലും പറ്റില്ല. ഇനി ആ മേഘന വലുത് ഒപ്പിക്കുമെന്നാണോ? ആ പഴുതുകളെല്ലാം അടച്ച് നീ ആരൊക്കെട്ട് ഉറപ്പിച്ചില്ലേ? അവളൊന്ന് അനങ്ങിയ പോലും അരുണിമേച്ച് ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവക്ക് നല്ല ഉറപ്പുണ്ട്. ആ പേടിയുള്ളോണ്ട് പുളി പോയ ആശാരിയെ പോലെ മുറ്റത്തോടെ മാക്ക് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം നന്നായിരിക്കും ചേച്ചി. ചേച്ചിയുടെ സാരിയും മാലയും പൂവും പൊട്ടും എല്ലാം നന്നായിട്ടുണ്ട്. എന്നാലും ചേച്ചിയുടെ കണ്ണിൽ ആ കണ്ണുനീരും കൂടി ഇല്ലാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായേനെ. ഇത്രയും നാള് സംയുക്തയെ പോലെ മോഡേണായി നടന്നിട്ട് ഇന്നെന്താ ചേച്ചി പെട്ടെന്ന് മേഘനയെ പോലെ ഒരുങ്ങിയിരിക്കുന്നത്? അവസാനമായി ഈ വേഷത്തിൽ എല്ലാവരോടും വിട പറയാനാണോ? മേഘനയുടെ രൂപത്തിൽ ചേച്ചിക്ക് ഈ ജീവിതത്തിൽ ഇന്ന് അവസാന ദിവസമാണെന്ന് പറയാതെ പറയാണോ? മഞ്ജരിയുടെ കഴുത്തിൽ താലി കയറുന്നത് മേഘനയായ ചേച്ചിക്ക് വായ്ക്കരിയിടുന്നതിന് തുല്യ. അതോടെ മേഘനയെ പടിയടച്ച് പിണ്ടം വെച്ച് സംയുക്തയായി മാത്രം മറ്റൊരാളുടെ മേൽവിലാസത്തിൽ പൊള്ളയായി ഒരു ജീവിതം നയിക്കാനാണോ ഉദ്ദേശം? ചേച്ചി അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ. ആ കതിർ മണ്ഡപം, അവിടെ ഇരിക്കുന്ന ആ മംഗല്യ സൂത്രം, ആളിക്കത്താൻ ഒരുങ്ങിയ ഹോമകുണ്ടം, മുഴങ്ങി കേൾക്കുന്ന വാദ്യമേളങ്ങൾ, മേഘനയെ ചിതയിലേക്ക് എടുക്കാൻ അവിടെ നടക്കുന്ന ഒരുക്കങ്ങളാണ് അതെന്ന് തോന്നുന്നില്ലേ? തീരുമാനം എടുക്കേണ്ടിയിരുന്ന അച്ഛനെയും അമ്മയും അരുതെന്ന വാക്കോട് കൂടി ചേച്ചിയെ ചങ്ങലക്കിട്ടിരിക്കുന്നത്. എനിക്കും വിവേകിനും ഇതിൽ എന്താണ് ചേച്ചി ചെയ്യാൻ പറ്റുക? നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതോടെ തീരാൻ പോവുക. ഇനിയും ചേച്ചി ഇത് തുടരാനാണ് ഭാവമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചങ്ങ് മരിക്കാൻ ചേച്ചി. ചാരു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മേഘനെ. ഈ കല്യാണം നടന്ന പിന്നെ നിനക്ക് കണ്ണീര് മാത്രമേ ഉണ്ടാവൂ.
അതിലും ഭേദം നമ്മള് ഈ ജീവിതം ഒന്നിച്ചു തീർക്കുന്നതാ. നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിട്ടും എന്തിനാ നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നേ? ഇതിനെന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ? ഒരു ദിവസത്തെ കാര്യമല്ലിത്. ഇന്നത്തോടെ സകലത് മാറി മറിയും മോളെ. പിന്നെ ഒരിക്കലും നമുക്ക് ആർക്കും പഴയ ജീവിതത്തിലേക്ക് പോവാനാവില്ല. ആ നഷ്ടങ്ങൾ എന്നേക്കുമുള്ള നഷ്ടങ്ങളായിരിക്കും. മനുഷ്യന്റെ സഹനത്തിനൊരു അതിരുണ്ടാവണം മോളെ. അതിര് കടന്നതെല്ലാം ആപത്തായി തീരും. അമ്മ എന്തെന്നെ മനസ്സിലാക്കാത്ത? നിങ്ങൾ എന്നും എന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ മോളെ പറയുന്നത്, ഇനിയും കാത്തിരിക്കരുത്. ഒരിക്കലും ഈ കല്യാണം നടക്കരുത്. നീ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ അമ്മയ്ക്കാവില്ല. ഈ അമ്മ നിന്നോട് യാചിക്കുക. നിന്നോട് ചെയ്ത സകല പാപങ്ങൾക്കും പരിഹാരം കാണിച്ചതാ. ഇതിന് നീ സന്തോഷായി ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണണം. അമ്മയ്ക്ക് അങ്ങനെ ഒരു വരം താ മോളെ. എന്റെ അമ്മ കാണിക്കുന്ന അമ്മ എന്നോട് ഇപ്പൊ ചോദിക്കുന്നത് ഒരിക്കലും വരമല്ല, ഒരു ജന്മം അനുഭവിക്കാനുള്ള ശാപമാണ്. സ്വയം ജയിലിൽ പോയി കിടക്കുന്നതാണോ അമ്മ അമ്മയ്ക്കുള്ള വരം? എനിക്കത് തരാനാവില്ല. നിന്റെ ജന്മം പാടാക്കിക്കൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ ആരെ മോളെ നിന്നെ രക്ഷിക്കാം? ആര് വരുമെന്ന് പറ. എങ്ങനെ രക്ഷപ്പെടും നീ? ഏത് ദൈവം വന്ന് രക്ഷിക്കും? നിന്റെ അച്ഛനും നിന്നെ പോലെ ദൈവത്തെ ഭാരം ഏൽപ്പിച്ച് നിൽക്കുക. പക്ഷേ നമ്മുടെ പരിശ്രമമില്ലാതെ ദൈവം ആരെയും വന്ന് നേരിട്ട് രക്ഷിക്കില്ല മോളെ. താൻ പാതി ദൈവം പാതി എന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. ഇരട്ടത്ത് കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് മറക്കരുത്. ഇനി ഇവിടെ നിന്ന് ഈ ദുരവസ്ഥയ്ക്ക് സാക്ഷിയാവാൻ എനിക്കാവില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ മോളെ. പോവരുതമ്മേ, അമ്മ കൂടെ വേണം. അമ്മ ഉള്ളതാണ് എന്റെ ധൈര്യം. ഇവിടെ നിന്നിട്ട് ഇവര് നിനക്ക് ചിതയൊരുക്കി നിന്നെ ജീവനോടെ കത്തിക്കുന്നത് കാണാനോ? എന്തിനാ മോളെ എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നത്? അരുണിമേ, ഇവിടേക്ക് വരാൻ വേണ്ടി മാത്രമേ നമ്മൾ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. തിരികെ പോകാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയാ മിഥുനത് വിഷമാവും. മിഥുൻ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. പക്ഷെ മേഘന വിഷമിച്ച സാരമില്ല. അങ്ങനെയാണ് കേട്ടാ. പിടിക്ക് ചേട്ടാ, പിടിക്കടാ, പിടിക്ക് ചാരു. ഈ അഗ്നി മേഘനയുടെ തലയിൽ ഇട്ട് കൊടുക്ക്. എന്നിട്ട് ഇവിടെ തന്നെ അവളെ എങ്ങ് കരിച്ചു കളയാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആശ്വാസാവല്ലോ അല്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതിനു മുമ്പ് നമ്മൾ മേഘനയെ കൊണ്ട് കുറെ തീ തീറ്റിച്ചു. ഇന്ന് ആ തീയില് തന്നെ അവളെ കരിച്ചു കളയാം. സത്യം അറിയാത്ത മിഥുനും സത്യം അറിയുന്ന നമ്മളും എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൂടെ നിന്ന് കരിച്ചു കളയാം. മേഘിനടുത്തൊരു കാര്യത്തിൽ വല്യേട്ടന് വിഷമമുണ്ട് വല്യമ്മേ. ഏത് നേരം ഏട്ടത്തിലെ ചിന്തയ വല്യേട്ടന്. നീ കേട്ടായിരുന്നു മേഘന? മിഥുന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ. പക്ഷെ നീ എന്താ ചെയ്യുന്നു? നീയായിട്ട് അവനൊരു പൂതനയുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കാൻ പോവല്ലേ? മിഥുനേട്ടൻ എന്നെ കുറിച്ച് ഓർക്കുന്നത് സ്നേഹത്തോടെ ഒന്നും അല്ല അമ്മേ. ഏട്ടൻ എന്നോട് വെറുപ്പാ. അതിപ്പോ വെറുപ്പായാലും സ്നേഹമായാലും ഏട്ടത്തി ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് വല്യേട്ട് അറിയണ്ടേ? ഒരു പാപിയായിട്ട് മിഥുനേട്ടന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മിഥുനേട്ടൻ മനസ്സിലാക്കണം. അതിനത് ചേച്ചി തന്നെ വേണ്ട മിഥുനേട്ടന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ. വാക്കിലൂടെ നമുക്ക് ഒരാളെയും വിശ്വസിപ്പിക്കാനാവില്ല ചാരു. തെളിവ് സഹിതം സത്യം മുന്നിൽ കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടി തന്നെയല്ലേ മോളെ നീ ഇത്രയും കാലം മാറി നിന്നത്? എന്നിട്ട് ഇതുവരെ ഒരു തെളിവ് പോലും നിനക്ക് കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഈ കല്യാണം കൂടി നടന്ന
പിന്നെ നീ എന്ത് തെളിവ് കൊണ്ടുവന്നാലും കാര്യമില്ല. ആ സത്യക്ക് എനിക്ക് അറിയാവുന്നതല്ലേ അമ്മേ. പക്ഷെ അവസാനം എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞ ഇത് വെള്ളരിക്ക പട്ടണമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇതുപോലൊരു ഭ്രാന്തി പെണ്ണിനെ കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിന് നീ വഴിയൊരുക്കണം. അത് ശരിയാട്ടത്തി. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വലിയേട്ട മണ്ഡപത്തിലേക്ക് വരും. അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്ലീസ് ചേച്ചി, എങ്ങനെങ്കിലും ഈ കല്യാണം നിർത്ത്. എന്നാലേ ചേച്ചിക്ക് രക്ഷയുള്ളൂ. അപ്പൊ മേഘന് കല്യാണം മുടക്കുമെന്നാണോ? ആ പഴുതുകൾ അരച്ച് നീ അരക്കെട്ട് ഉറപ്പിച്ചില്ലേ? പിന്നെ ആര് കാരണം ഈ കല്യാണം നിൽക്കാൻ പോകുന്നേ? നീ കാരണം തന്നെ. ഞാനോ? ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? ഈ കല്യാണം നിൽക്കണമെങ്കിൽ അത് നീ ഒരാൾ മാത്രം വിചാരിച്ചാലേ നടക്കൂ. നീ അത് ചെയ്തില്ലെങ്കിൽ ആ ദൈവത്തിന് പോലും അതിന് ധൈര്യം ഉണ്ടാവില്ല. ഒരു ജന്മത്തെ സ്വപ്നമാണ് എന്റെ ഈ കല്യാണം. ഈ സുദിനത്തിനായി എത്രയോ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു. കഥയിലെ നായികയായി വലസേണ്ടിയിരുന്ന എന്നെ ആ മേഘൻ ഒറ്റൊരുത്തിയ വില്ലത്തിയാക്കി മാറ്റിയത്. വെറും ഒരു പാവമായിരുന്ന എന്നെ കൊണ്ട് എന്തൊക്കെയാ അവള് ചെയ്യിച്ചത്. ഇത്രയും സംഭവങ്ങൾക്ക് ശേഷം മിഥുനെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ? ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. എന്തു വന്നാലും ഈ പ്രാവശ്യം മിഥുൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ചക്കി, നിന്റെ അച്ഛന്റെ കല്യാണം നടക്കാൻ പോവല്ലേ? നീ ശരിക്കും ഹാപ്പിയാണോ ചക്കി? അച്ഛൻ എന്ത് ഡിസിഷൻ എടുത്താലും ഞാനൊന്നും പറയാറില്ല ചിക്കു. എന്ന് വെച്ചാ ആ മഞ്ജുരേന്റി നിനക്ക് അമ്മയായിട്ട് ഓക്കെ ആണോ? അച്ഛൻ അത് ഓക്കെ ആണെന്നല്ലേ തോന്നുന്നേ? എന്റെ മനസ്സില് നിനക്കും നിന്റെ അച്ഛനും ആ മഞ്ജുരേന്റി ഓക്കെ അല്ലെന്നാ തോന്നുന്നേ. മഞ്ജുരേന്റിക്ക് നിന്നോട് സ്നേഹമൊന്നും ഇല്ല. അച്ഛനെ സ്നേഹിച്ചാ മതിയടാ. അപ്പൊ അച്ഛൻ എന്നെ നല്ലോണം നോക്കും. എല്ലാം നല്ല രീതിയിൽ നടക്കും മഞ്ജരി. അക്കാര്യത്തിൽ ഇനി സംശയമൊന്നും വേണ്ട. ചുമ്മാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞേ ഉള്ളൂ. ചുമ്മാ പറയുന്നത് പോയിട്ട് മനസ്സിൽ പോലെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എനിക്കിപ്പോ ആ മേഘനെ ഒന്ന് കാണണമെന്നുണ്ട്. ഒന്ന് ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ. എന്തിനാ ഇപ്പൊ അവളെ കാണുന്നത്? വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് വല്ലോടത്തും വെക്കേണ്ട കാര്യമുണ്ടോ? ഈ കല്യാണം നടക്കില്ലെന്ന് അവളെന്റെ അടുത്ത് ചലഞ്ച് ചെയ്തതാ. കണ്ണു തുറന്ന് കാണടി കല്യാണം എന്ന് എനിക്ക് അവളോട് പറയണോ ആന്റി? അല്ല ചക്കി, നിന്റെ അച്ഛൻ ഈ കല്യാണം കഴിക്കുന്നത് മഞ്ജുരേന്റി നിന്നെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന പറഞ്ഞാണെന്ന് ഗ്രാനിയും ഗ്രാൻഡ് പേ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ? ശരിയാ, അച്ഛൻ മഞ്ജരിയെ കല്യാണം കഴിക്കുന്നത് ഗ്രാൻഡ്പക്കും ഗ്രാനിക്കും ഒട്ടും ഇഷ്ടമല്ല. എനിക്കും അത് ഇഷ്ടമല്ല ചക്കി. നിന്നോടൊരു സത്യം പറയട്ടെ, എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല ചിക്കു. അതൊക്കെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാ പോരെ? അവളുടെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് കല്യാണം നടക്കും മുമ്പേ എനിക്കതൊന്നും അവളോട് പറയണമെന്നുണ്ട്. വിളിച്ചോണ്ട് വാ ആന്റി. എനിക്ക് ആ മഞ്ജരിയെ പോലത്തെ അമ്മ വേണ്ട. നിന്റെ അമ്മയെ പോലത്തെ അമ്മ മതി. എന്റെ അമ്മയെ പോലത്തെ അമ്മയോ? അതെ ചിക്കു, അമ്മ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലടാ. പക്ഷെ നിന്റെ അമ്മ നിന്നെ എത്ര നന്നായിട്ടാ നോക്കുന്നെന്ന് എനിക്കറിയാം. എനിക്ക് നിന്റെ അമ്മയെ കാണുമ്പോഴൊക്കെ ഇതുപോലൊരമ്മ എനിക്കും കിട്ടൂന്ന് എത്ര വട്ടം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ ചിക്കു? അന്ന് സ്കൂളിൽ കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഫാമിലി ട്രീയില് അമ്മയുടെ പ്ലേസില് അമ്മയെപ്പോലെ ഇരിക്കുന്ന സാമാൻഡിയുടെ ഫോട്ടോ ഒട്ടിച്ചു തന്നപ്പോ എത്ര സന്തോഷമായെന്നോ. അത് സത്യമാകണമെന്ന് ഞാനപ്പോ ഒത്തിരി കൊതിച്ചു. എന്ത് ചെയ്യാന്, എന്റെ ബാഡ് ലക്ക്. ആ പ്ലേസിൽ ഇപ്പൊ മഞ്ജരിയല്ലേ വരുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. എന്നാ പിന്നെ ഈ കല്യാണം വേണ്ടെന്ന് നിനക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛനോട് അത് പറയാൻ എനിക്ക് പേടിയാ. അച്ഛന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമാവണ്ടേ? ചക്കി, മഞ്ജുരേന്റി ഇഷ്ടമുള്ളത് കൊണ്ടല്ല നിന്റെ അച്ഛൻ മഞ്ജുരേന്റിയെ കല്യാണം കഴിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രം അറിയോ? അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള അമ്മ ഏതാന്ന് നീ നിന്റെ അച്ഛനോട് പറഞ്ഞാലല്ലേ അച്ഛൻ അറിയാൻ പറ്റൂ. ഇനിയിപ്പൊ എങ്ങനെയാടാ പറയാ? ഇപ്പൊ എല്ലാവരും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി പറഞ്ഞ എല്ലാവർക്കും അത് വിഷമാകും. അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കൂല്ലോ ചക്കി. ഇത് നടക്കാതിരുന്നാ മതിയായിരുന്നു. പക്ഷെ അതിന് എന്താ ചെയ്യാ? നമ്മൾ ശരിക്കും ആഗ്രഹിച്ച അത് നടക്കും. നമ്മൾ ആഗ്രഹിച്ച എങ്ങനെയാടത് നടക്കുക? കൊച്ചുകുട്ടികള് ദൈവത്തെ പോലെയാണെന്നല്ലേ പറയാറ്?
ദൈവത്തിനുണ്ടല്ലോ എന്തും ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതിന് സമയം കാലം ഒന്നുമില്ലെന്ന് അമ്മ പറയാറുള്ളത്. അതുകൊണ്ടേ ഈ കല്യാണം നിന്ന് പോണേന്ന് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ ചക്കി. എന്നാ വാട ചിക്കു. എന്റെ ദൈവമേ, ഈ കല്യാണം എങ്ങനെയെങ്കിലും നിന്ന് പോണേ. സാം, നിന്നെ മഞ്ജരി വിളിക്കുന്നുണ്ട്. എന്തിനാ പ്രിയമതെ? എനിക്കൊന്നും അറിയില്ല ചേച്ചി. വിളിച്ചൊന്നു പറയാൻ പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. നീ അറിയാതെ ഇവിടെ ഒന്നും അനങ്ങില്ലെന്ന് എനിക്കറിയില്ല എന്ന് കരുതിയോ? ഈ കല്യാണത്തിന് ചരട് വലിക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം. മിഥുനും മഞ്ജരിയും സ്നേഹിക്കുന്നത് ചേച്ചിക്കും കൂടി അറിയാവുന്നല്ലേ. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിന് ഇടയ്ക്ക് ഞാനെന്ത് പഴിച്ചു എന്നാ? സാം, എന്ത് പണിയാ ഇത് മഞ്ജരി? പിന്നെ ഇത്രയും ഇവളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ എന്നെ പറഞ്ഞയച്ചത്? മുഹൂർത്തം വൈകണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. സാം, നീ എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്റെ പാദങ്ങളില് ഈ ഹൽദി ഒന്ന് ഇട്ട് തരൂ. മഞ്ജരി, എന്ത് തോന്നിയസ നീ പറയുന്നേ? ആന്റി എന്തിനാ ഇപ്പൊ ഇത്രയും സീരിയസ് ആവുന്നത്? സാം നമ്മുടെ സ്വന്തം ആളല്ലേ. കുടുംബത്തിൽ ഒരാളെ പോലെ തന്നെയാ ഞാനും കണ്ടിട്ടുള്ളത്. എന്നുവെച്ച് അവളെ കൊണ്ട് ഇതിന്റെ കാല് പിടിപ്പിക്കണം? അയ്യോ ഏച്ചി, അൽത്ത ഇട്ട് കൊടുക്കാന്ന് വെച്ചാ കാല് പിടിക്കാന്ന് ചേച്ചിയാ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നെ. മനസ്സിൽ നന്മയുള്ളവര് ഹൽദി ഇട്ട് തന്നാല് ആ പെൺകുട്ടിയുടെ ജീവിതം ജന്മജന്മാന്തരങ്ങളോളം നന്നായിട്ടിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സാമിനോട് ഞാനത് ചോദിച്ചത്. അതുപോലെ സാം ഒരു സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റും ആണല്ലോ. ഓരോന്നും എത്ര ഭംഗിയായിട്ട് അവള് ചെയ്യാറുള്ളത്. അതും ശരിയാണ്. ജന്മാഷ്ടമിയുടെ അന്ന് ചക്കയുടെ മേക്കപ്പ് കറക്റ്റ് ചെയ്തതും ചിക്കുയുടെ വേഷം ശരിയാക്കി കൊടുത്തതെല്ലാം സാമാ. അവര് കുട്ടികളാ. അത് പറഞ്ഞപ്പോ മഞ്ജരിയുടെ കാല് പിടിക്കണോ? ഇറ്റ്സ് ഓക്കെ ആന്റി, ഞാൻ ഹൽദി ഇട്ടോളാം. സാമേടത് ചെയ്യണ്ട. അതിന് പകരം ഞാൻ വേണമെങ്കിൽ ചെയ്യാം. നിന്റെ കാലിലോ അൽത്തിടാൻ ചാൻസ് ഇല്ല. എന്നിട്ടാണോ നീ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നേ? മൂക്കിലെ പല്ല് കിളിർത്തിട്ടും കല്യാണം കഴിയാത്തവൾക്ക് കല്യാണ പെണ്ണിനെ തൊടാൻ പോലും യോഗ്യതയില്ല. ചാരുവിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ് പ്രിയമതെ. ആന്റി, സമയം വല്ലാതെ വൈകുന്നുണ്ട്. ഇല്ലാത്ത സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു ടോപ്പിക്? സാം എന്റെ പാദത്തിൽ ഹൽദി ഇട്ട് തരാന്ന് സമ്മതിച്ചതല്ലേ? സാം, താൻ വാടോ. വാ. എന്താ സാം അങ്ങനെ നോക്കുന്നേ? ഹൽദി ഇടുതാ. ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഹൽദി ഇടിക്കുന്നത് കണ്ടോ? ഇനിയെങ്കിലും നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഹൽദി ഇട്ട ഉടനെ തന്നെ നിന്റെ കല്യാണം കഴിയുന്നില്ല മഞ്ജരി. അപ്പൊ ഇപ്പോഴും നീ പ്രതീക്ഷിച്ചിരിക്കുവാണോ?
ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം മിഥുൻ എന്റെ മാത്രം സ്വന്തമായി തീരും.